ഹായ് ഡിയേഴ്സ്, നമ്മൾ ഈവനിങ് ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ മത്ര സൂക്കിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. സൂക്കിലോട്ടല്ല, മത്ര കോർണിഷിലോട്ടാണ് പോകുന്നത്. അതിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് സൂക്കുമുള്ളത്. അപ്പോൾ പോകുന്ന വഴിക്ക് നല്ലൊരു പള്ളിയൊക്കെ കണ്ടു. അപ്പോൾ അത് കാരണം ഇതൊന്ന് ഷൂട്ട് ചെയ്തതാണ്. ഇവിടെയാണ് നമ്മൾ നടക്കാൻ വരുന്ന സ്ഥലം കേട്ടോ. ഇതാണ് മത്ര കോർണിഷ് എന്ന് പറയുന്നത്. ഇവിടെ ഈ കാണുന്നത് നമ്മുടെ രാജാവിൻ്റെ കപ്പലാണ്. ഇതിൻ്റെ പേര് അൽ സെയ്ദ് എന്നാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു കപ്പലല്ലേ. ഇവിടെ ഇങ്ങനെ ഈവനിങ് വാക്കിന് വരുന്ന ഒരുപാട് പേരുണ്ട്. അതുപോലെ ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയതുകൊണ്ട് ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ ഇവിടെ ഉണ്ടാവും. ഇതിൻ്റെ തൊട്ടപ്പുറത്തെ സൈഡ് തന്നെയാണ് സൂക്കുള്ളത്. അപ്പോൾ അവിടെയും ഒരുപാട് പേരിങ്ങനെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഞാനിവിടെ വന്നത് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാം, ഒരു ചായയൊക്കെ കുടിക്കാം, കുറച്ച് നേരം നടക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ്. പക്ഷെ നടപ്പൊന്നും അത്ര ശരിയായില്ല. മടിച്ചായതുകൊണ്ട് തന്നെ നടക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. കുറച്ച് നേരം ഇങ്ങനെ കപ്പലും കടലും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ നിന്നു. ഇപ്പോൾ വേലിയിറക്കമായതുകൊണ്ടാന്ന് തോന്നുന്നു അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളമില്ല. അല്ലാത്ത സമയത്ത് നല്ലോണം വെള്ളം ഉണ്ടാവും കേട്ടോ. ഇതാണ് ഈ കാണുന്നതാണ് സൂക്ക്. അവിടെ നമുക്കൊരു ദിവസം പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരുന്ന് കുറച്ച് നേരം ഫോട്ടോഷൂട്ടും വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും സന്ധ്യ മയങ്ങി കഴിഞ്ഞു. പിന്നെ കുറച്ച് ദൂരം നടക്കുകയൊക്കെ ചെയ്തപ്പോൾ ഇച്ചിരി വിശക്കാനൊക്കെ തുടങ്ങി. ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ. നല്ല തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി വീഡിയോയും ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് ഇച്ചിരി മടിയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ സൂക്കിലോട്ട് കയറാൻ പറ്റില്ല, അത്രയും തിരക്കായിരുന്നു. ഒരു ദിവസം നമുക്ക് അതിനകത്തോട്ട് പോകണം കേട്ടോ, പോയിട്ട് വീഡിയോ ഒക്കെ ഇടാവേ. അപ്പോൾ എന്തായാലും എനിക്ക് വിശക്കാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഒരു ചായ കുടിക്കാമെന്ന് എഴുതിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ കയറി. ഇത് പേർഷ്യൻ ചായ, നല്ല കട്ടിയായിട്ട് ക്രീമി ആയിട്ടുള്ളൊരു ചായയാണ്. നല്ല ടേസ്റ്റ് ആയിട്ടോ. ആദ്യം കുടിച്ചപ്പോൾ ഒരു ഇത് തോന്നി, പിന്നെ വീണ്ടും ഒന്നുകൂടെ കുടിച്ചപ്പോഴത്തേക്ക് നല്ല ടേസ്റ്റായിട്ട് തോന്നി. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല ക്രീമി ടേസ്റ്റാണ് ഈ ചായക്ക്. അപ്പോൾ എന്തായാലും ചായ മാത്രം കുടിച്ചിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലും കഴിക്കണമല്ലോ. അപ്പോൾ അത് കാരണം ഒരു ഷവർമയും കൂടെ മേടിച്ച്, വലിയൊരു ഷവർമ. എൻ്റെ വായിക്കകത്ത് കയറുന്നു പോലും ഉണ്ടായിരുന്നില്ല, അത്രയും വലിയൊരു ഷവർമയായിരുന്നേ. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് തിന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വയറ് നിറഞ്ഞു. വൈകിട്ടത്തേക്ക് ഇനി ഒന്നും കഴിക്കണ്ട എന്നുള്ളൊരു പരുവായി. അത്രയും നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. മയണൈസൊക്കെ നല്ല ടേസ്റ്റായിരുന്നു അതിനകത്തുള്ളത്. അപ്പോൾ എന്തായാലും അതും കൂടെ കഴിച്ച് ഇറങ്ങിയപ്പോഴത്തേക്കും ഇവിടെ രാത്രിയായി. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. പൊതുവെ ഇവിടങ്ങളിലൊക്കെ രാത്രി കാഴ്ച കാണാനാണ് നല്ല രസം. നല്ല ലൈറ്റും എന്താ പറയുക, ഇങ്ങനെ വണ്ടികൾ ചീറിപ്പഞ്ഞ് പോകുന്നതും. ഈ നഗരത്തിൻ്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ അത് രാത്രിയാണ്. അതാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കും അത്. കപ്പലിലൊക്കെ ലൈറ്റ് ഇട്ട് കണ്ടോ, നല്ല അടിപൊളിയായിട്ടുണ്ട്, നല്ല രസമുണ്ട്. കുറച്ചുകൂടെ ഇരുട്ടായി കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ നല്ല ഭംഗിയായിട്ടൊക്കെ ഉണ്ടാവും. എന്തായാലും ഞാൻ ക്ഷീണിച്ചു, വീട്ടിൽ പോകാമെന്നുള്ളൊരു പ്ലാനിലാണ്. അപ്പോൾ കുറച്ച് നേരം കൂടെ അവിടെ ഇരുന്നിട്ട് കടൽക്കാറ്റൊക്കെ കൊണ്ടിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. എന്തായാലും അപ്പോൾ ഞങ്ങൾ പോവാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാട്ടോ. ടാറ്റാ, ബൈ ബൈ, സീ യു.